വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നരേന്ദ്രമോദി മൂന്നാമത്തെ ടേം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഭരിക്കുകയാണ്. ഈ മൂന്നാമത്തെ ടേം നരേന്ദ്രമോദി ഭരിക്കാനായിട്ട് ഇപ്പോൾ വന്നപ്പോൾ വഖഫ് ബില്ല് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഒന്നും കേട്ട് കേൾവിയില്ലാത്തൊരു സാധനമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ നരേന്ദ്രമോദി മൂന്നാമത്തെ ടേം അധികാരത്തിൽ ഏറിയപ്പോൾ തന്നെ ഇവിടെയുള്ള മാപ്രകളൊക്കെ പറഞ്ഞത് ഇനി നരേന്ദ്രമോദി ദുർബലനാകും, അദ്ദേഹത്തിന് ഭരണം നല്ല നേരെ ചൊവ്വേ ഒരു ബില്ല് പോലും പാസ്സാക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പോ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല, ഘടകകക്ഷികളുണ്ട്, എല്ലാം കൂടെ ചേർത്ത് 293 പേരാണ് NDAക്ക് ഉള്ളത്. അതുകൊണ്ട് അവരുമായി ചർച്ച നടത്താതെ നരേന്ദ്രമോദിക്ക് അത് സാധ്യമല്ല എന്ന് പറയുന്നു. നിതീഷ് കുമാറുമായി ചർച്ച നടത്തണം, മറ്റ് പാർട്ടികളുമായി ചർച്ച നടത്തണം, നമ്മുടെ ആന്ധ്രാപ്രദേശിലെ TDP ആയിട്ട് ചർച്ച നടത്തണം, അങ്ങനെ പല ആൾക്കാരുമായിട്ടും ചർച്ച നടത്തണം എന്ന് പറയുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ദയാദാക്ഷിണ്യത്തിൽ ഭരിച്ചു പോകാം എന്നാണ് പറയുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ വഖഫ് വന്നു. വഖഫ് വന്നപ്പോൾ കഴിഞ്ഞ രണ്ടാമത്തെ ടേമിൽ നരേന്ദ്രമോദി സർക്കാർ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചൂടപ്പം പോലെ പാസ്സാക്കി പോകും. ചർച്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അവർ പറഞ്ഞതിൽ ഒരു വസ്തുത ഉണ്ട് എന്ന് നമ്മൾ എവിടെയൊക്കെ ഒരു വസ്തുത ഉണ്ടെന്ന് ചിലപ്പോൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ ചൂടപ്പം പോലെ പാസ്സാക്കി പോകും, ചർച്ചയോ കാര്യങ്ങളൊന്നും. പക്ഷെ ഇപ്പോൾ വഖഫ് ബില്ല് കൊണ്ടുവന്നപ്പോൾ ചർച്ചയുണ്ടായി, കമ്മിറ്റി രൂപീകരിച്ചു, പ്രതിപക്ഷ പാർട്ടികളെ വിളിച്ചു, അവരുടെ കേൾക്കാനുള്ളതെല്ലാം കേട്ടു, അത് അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളഞ്ഞു, കറക്റ്റായിട്ട് ആ പ്രോസസ്സിലൂടെ കടന്നു വന്നു. ഇത്രനാൾ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളുണ്ടായി, ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കണം എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തി. എന്നിട്ട് ഇന്ന് ആ ബില്ല് സഭയിൽ അവതരിപ്പിച്ചു. കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് വന്നത്. നരേന്ദ്രമോദി ജനാധിപത്യം പഠിച്ചോ മൂന്നാമത്തെ ടേമിൽ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ അദ്ദേഹം ദുർബലനായോ? എന്താണ് ഈ ഈ ഈ മാറ്റത്തിന് പിന്നിൽ? കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിലെ സകല മാധ്യമങ്ങളും ഉന്നയിച്ച ഒരു വലിയൊരു പോയിന്റാണ്, ഈ ബില്ല് പാസ്സാകാതിരിക്കുകയോ ചെയ്തുകൊള്ളട്ടെ, പക്ഷെ മോദി ജനാധിപത്യം പഠിച്ചല്ലോ, ഞങ്ങൾക്ക് അത് മതി എന്നാണ് ഇവിടെയുള്ള സകല നീരാളികളും പറയുന്നത്. ശരിക്കും നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർ കൂടുതലും പേര് അറിഞ്ഞോ അറിയാതെയോ BJP എന്നൊരു പാർട്ടിയെ നരേന്ദ്രമോദിയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അവർ സ്റ്റഡി ചെയ്യുന്നില്ല BJPയുടെ പൊളിറ്റിക്സ് എന്താണെന്ന്, അവർ ഓരോ സമയത്ത് എടുക്കുന്ന നിലപാട്. ഞാൻ ഒരു ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കി തരാം. 2019 നരേന്ദ്രമോദി സെൻട്രൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് നല്ലൊരു മെജോറിറ്റി ഉണ്ടായിരുന്നു, BJPക്ക് തന്നെ കേവല ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. പക്ഷെ രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, NDAക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അവിടെ അവർ ചൂടപ്പം പോലെ എങ്ങനെയാണ് ബില്ലുകൾ പാസ്സാക്കിയതെന്ന് ജസ്റ്റ് ഒരു 5 വർഷം ബാക്കിലോട്ട് പോയി റിവേഴ്സ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അവരെന്തുമാത്രം തന്ത്രശാലികളാണ്. ഒരു കാര്യം നടത്തിയെടുക്കാൻ അവർ എത്രത്തോളം പോകുമെന്നുള്ളത് നമ്മൾ അത് പഠിക്കേണ്ട വിഷയമാണ്. അവർക്ക് പാളിച്ച പറ്റുണ്ട്. AB വാജ്പേയിയുടെ കാലത്തൊക്കെ ജയലളിതയൊക്കെ അവരുടെ പിന്തുണ പിൻവലിച്ച് താഴെയുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു പാഠം പഠിച്ചിട്ട് നോക്കൂ, 2019 അവർക്ക് രാജ്യസഭ ഭൂരിപക്ഷം ഒന്നും ഇല്ല. ഈ പറയുന്നത് ഇപ്പൊ കുറച്ചുകൂടെ ഭൂരിപക്ഷമുണ്ട് NDAക്ക്. അന്ന് അത്രയും ഭൂരിപക്ഷമില്ല. എങ്ങനെയാണ് അവർ ഭൂരിപക്ഷം ഒപ്പിച്ചുകൊണ്ട് പടപെടാന്ന് എത്ര ബില്ലാ കൊണ്ടുവന്നത്? എന്തൊക്കെ പ്രധാനപ്പെട്ട ബില്ലുകൾ അവർ കൊണ്ടുവന്നു? പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നില്ലേ? മറ്റേ 370 എടുത്ത് കളഞ്ഞില്ല. അതൊക്കെ പടപെടാന്ന് പറഞ്ഞില്ല. അവർ എങ്ങനെ അവർ ചെയ്തു അത് നമ്മൾ പഠിക്കണം. അത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ BJPയുടെ പൊളിറ്റിക്സും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ലീഡറിന്റെ നയതന്ത്രം എങ്ങനെയാണ് ഈ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിക്കാനുള്ള സബ്ജക്ട് തന്നെയാണത്. അത് അറിഞ്ഞ ഒരാളും മോദി ദുർബലനാണെന്ന് പറയില്ല. ആ മോദി ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം അവരെന്തൊക്കെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണോ ആ ബില്ലിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതെല്ലാം കൊണ്ടുവരും. അത് ഞാൻ പറഞ്ഞുതരാം. ഈ 2019 ഈ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അവരെങ്ങനെയാണ് ആ പിന്തുണ ഒപ്പിച്ചത്? YSR കോൺഗ്രസ് NDAയുടെ ഘടകകക്ഷിയല്ല. ബിജു ജനതാദൾ NDAയുടെ ഘടകകക്ഷിയല്ല. കിട്ടാവുന്നിടത്തുനിന്നുള്ള സ്വതന്ത്രന്മാരെല്ലാവരും അങ്ങനെ എല്ലാവരെയും കൂടെ, അതായത് NDAയിൽ അല്ലാത്ത മുന്നണികളുടെ ഭൂരിപക്ഷം ഉറപ്പിച്ച് വെച്ചിട്ടാണ് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് രാജ്യസഭയിൽ അവർ അങ്ങനെ ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കണക്കിലെ കളി വെച്ചിട്ടാണെങ്കിൽ രാജ്യസഭയിൽ അവർക്ക് 125 മെമ്പേഴ്സ് ഉണ്ട്. 245 പേരിൽ 245 ആണ് നമ്മുടെ രാജ്യസഭയുടെ ആണ്. അതിൽ അവർക്ക് ഇപ്പൊ നിലവിൽ എത്രയുണ്ട്? 125 ഉണ്ട്. നിലവിൽ നമുക്ക് രാജ്യസഭയിൽ 245 ഇല്ല, 236 ഉള്ളൂ. 9 സീറ്റോ മറ്റോ ഒഴിവ് കിടപ്പുണ്ട്. അപ്പം അത് വെച്ചിട്ടാണെങ്കിൽ 119 വോട്ട് മതി അവർക്ക് ഈ ബില്ല് പാസ്സാക്കാൻ. നിലവിൽ 125 അംഗങ്ങൾ NDAക്ക് ഉണ്ട്. അവിടെ YSR കോൺഗ്രസ് ഉണ്ട്, അവരെ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. അവരെ ഏത് നിമിഷം വേണമെങ്കിലും BJPക്ക് ചാക്കിലാക്കാൻ പറ്റുന്ന 7 MP അവർക്കുണ്ട്. ബിജു ജനതാദളുണ്ട്, നമ്മുടെ നവീൻ പട്നായിക്കിന്റെ 7 പേരുണ്ട്. അവരെയും BJPക്ക് ചാക്കിലാക്കാൻ പറ്റുന്നവരാണ്. പിന്നെ ഈ ശിരോമണി അകാലിദളുണ്ട്, അവർക്ക് 1 MP ഉണ്ട്.
അവരെയും വേണമെങ്കിൽ ചാക്കിലാക്കാൻ പറ്റുന്നവരാണ്. അങ്ങനെ കുറെ അധികം പേര് ഇതിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത്, BJP ഒരിക്കലും അവരുടെ സഖ്യകക്ഷികളെ കണ്ടിട്ട് ഒരു ബില്ലിനും ഇതുവരെ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. അവരിനി ഇറങ്ങി പുറപ്പെടുത്തുകയില്ല. അവരൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം അവർ ചെയ്യുന്ന പണി അതിന്റെ ഈ അണ്ടർഗ്രൗണ്ട് മീൻസ് അവരുടെ ആ ഒരു പ്രതലം അവർ വൃത്തിയാക്കി എടുക്കും. അത് സേഫ് ആക്കും അവരാദ്യം. അത് അകത്തു നിന്നല്ല അവർ സേഫ് ആക്കുന്നത്, പുറത്തു നിന്നാണ്. ശത്രു പാളയത്തിൽ നിന്നാണ് അവർക്ക് ആവശ്യമുള്ള പിന്തുണ അവർ ആദ്യം നേടിയെടുക്കുന്നത്. അതായത് BJP ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ ഓർത്തോണം, ഇനി ഘടകകക്ഷികൾ നിതീഷ് കുമാർ പോയാലും ചന്ദ്രബാബു നായിഡു പോയാലും അവർ ആ ബില്ല് പാസ്സാക്കി എടുത്തിരിക്കും. കാരണം ഇവരെ കണ്ടോണ്ടല്ല അവരാ ഭൂരിപക്ഷം. ഞാനൊരു ചെറിയ സിമ്പിൾ കണക്ക് പറയാം. എത്ര പേരുണ്ട് നിതീഷ് കുമാറിന്? എല്ലാവരും ഇവിടെ പറയുന്നുണ്ടല്ലോ നിതീഷ് കുമാർ പിന്തുണ പിൻവലിക്കും, നിതീഷ് കുമാർ. ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിതീഷ് കുമാറിന് 12 MP ലോക്സഭയിൽ. രാജ്യസഭയിലേക്ക് വരുമ്പോൾ എത്ര MP? 4 പേരാണ്. നിതീഷ് കുമാറിന്റെ ആ 4 പേരെ മാറ്റി നിർത്തിയിട്ട് YSR കോൺഗ്രസിന് ജഗൻമോഹനെ വിളിച്ചു കഴിഞ്ഞാൽ 7 പേര് അവിടെ തന്നെ കിട്ടി. അവിടെയും അത് തീർന്നു പോകും. ഇനി ചന്ദ്രബാബു നായിഡുവിന് എത്ര പേരുണ്ട് രാജ്യസഭയിൽ? കഴിഞ്ഞ തവണ ചന്ദ്രബാബു നായിഡുവിന് 0 ആയിരുന്നു. ഇത്തവണ ചന്ദ്രബാബു നായിഡുവിന് രാജ്യസഭയിലുള്ള MP-മാരുടെ എണ്ണം 2 ആണ്. ഈ 2 പേരെ, ഈ ചന്ദ്രബാബു നായിഡുവിനെ നിതീഷ് കുമാറിനെ മാറ്റി നിർത്തിയ രാജ്യസഭയിൽ 7 പേരുള്ള YSR കോൺഗ്രസ് ഒറ്റ പാർട്ടിയെ വിളിച്ചാൽ അവർക്ക് ഈ ബില്ല് പിന്തുണച്ചെടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. ഇനി വേണ്ട ഈ 4ഉം 2ഉം ഈ 4ഉം 2 6 പേരുടെ പിന്തുണയെ വേണ്ട. ഇവർ ആരുടെയും പിന്തുണ സ്വീകരിച്ചില്ലെങ്കിൽ പോലും രാജ്യസഭയിൽ ഇവർക്ക് പിന്തുണ കിട്ടും. മറ്റുള്ള ഏതെങ്കിലും ചെറു കക്ഷികളുടെ മറ്റു വെച്ചാൽ മതി. ആകെ അവർക്ക് 119 വേണം, 98 അവരുണ്ട്. ബാക്കി പോയിട്ട് അവർക്ക് എത്രയോടെ വേണ്ടി വരും? ഏതാണ്ട് ഒരു 10-20 സീറ്റോട് മതി അവർക്ക്. അപ്പം അതുകൊണ്ട് ആ തന്ത്രങ്ങൾ മെനയുന്നതിന് അവരെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് ഇവർക്ക് ആരും ശത്രുതയില്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ഗുണം. അവര് തന്നെ പറയുന്നത്, ഞങ്ങൾക്ക് ആരോടും ശത്രുതയില്ല, ഞങ്ങൾക്ക് എതിരാളികൾ മാത്രമേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഞങ്ങൾക്ക് എതിരാളിയുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എതിരാളിയില്ല. നമ്മൾ കണ്ടതാണ്, സ്വപ്നത്തിൽ പോലും കാണാത്തൊരു നീക്കം ഇവർ കാശ്മീരിൽ നടത്തിയത്. നമ്മുടെ മെഹബൂബ മുഫ്തിയുടെ PDP വിഘടനവാദികളെ പാലൂട്ടുന്നു പറഞ്ഞ് മെഹബൂബ മുഫ്തിക്കും അവരുടെ അച്ഛനും എതിരെ ഇല്ലാത്ത പുകിലൊന്നും അല്ല ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം അവരുമായിട്ട് ഇവർ ഒറ്റ രാത്രി കൊണ്ടാണ് കൂട്ടുകൂടി 4 വർഷം ഭരിച്ചത് കാശ്മീരിൽ. അതാണ് ഇവര് ടീംസ്. ഇവർ ഇന്ത്യയെ ഭരിക്കാത്തതായിട്ട് ഒരു കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടികളുമായിട്ട് ഇവർ ചേർന്ന് ഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക്. നേരെ CPM എന്താണ് പറയുന്നത്? ഞങ്ങളുടെ വർഗശത്രുവാണ് BJP, ഞങ്ങളുടെ വർഗശത്രുവാണ് കോൺഗ്രസ്. ഏതെങ്കിലും BJP-ക്കാരൻ അവരുടെ വർഗശത്രു ആരെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? പറയില്ല. അവർ അതേ എതിരാളികളല്ലേ, ഞങ്ങളുടെ എതിരാളികളാണ്. എതിരാളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ എതിരാളി എന്നാ പറയുന്നത്. എന്റെ കൂട്ടത്തിന് ഓടാൻ വന്ന് നിൽക്കുന്നു, അവൻ എന്റെ എതിരാളി മാത്രമാണ്, എന്റെ ശത്രു അല്ലത്. കാരണം ഈ ഓട്ടം കഴിയുമ്പോൾ ഞാൻ അവനെ പോയി കെട്ടിപ്പിടിക്കും, അവൻ എന്നെ കെട്ടിപ്പിടിക്കും. അതാണ് അവിടെ. അത്രയും തീർന്നു ഓട്ടത്തിലുള്ള. ശത്രു എന്ന് പറഞ്ഞാൽ അതല്ല പ്രശ്നം. ഞാൻ ഇവനെ തീർക്കേണ്ടവനാണ്, അതാണ് എന്റെ ശത്രു. ഇവിടെ അതില്ല ഇവർക്ക്. ഞാൻ പറഞ്ഞില്ലേ, അവർ കൃത്യമായി തന്നെ ശത്രുവോ മിത്രമോ ഇല്ല. പൊളിറ്റിക്സിൽ ശത്രുതയോ മിത്രത ഇല്ലെന്നാണ് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പായ ഒരു പാർട്ടിയാണ്. എനിക്ക് തോന്നുന്നത് ഈ വഖഫ് ബില്ലോട് കൂടി നരേന്ദ്രമോദി വീണ്ടും പവർഫുൾ ആയി എത്തുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഈ നമ്മുടെ സിനിമകളിൽ നായകന്മാർ വരുന്ന എൻട്രികൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നരസിംഹം സിനിമയിലാണ് മറ്റേ ഈ മോഹൻലാൽ കടന്നു വരുന്ന എൻട്രി. അപ്പൊ ഹീറോസിന് വരാനൊരു എൻട്രി ആവശ്യമാണ്. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ എൻട്രികൾ നോക്കിക്കോളൂ. 2014 എൻട്രി എന്താണ്? 2019 തോന്നുന്നു അദ്ദേഹം കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് വന്നത്. 2014 വന്നപ്പോൾ പുള്ളിയുടെ ഏറ്റവും വലിയ എൻട്രി ഏതായിരുന്നു അറിയാവോ? പടം ഇന്റർവെല്ലോട് അടുത്തപ്പോഴുള്ള എൻട്രി ആയിരുന്നു. നോട്ട് നിരോധനം എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് പുള്ളി വന്നായിരുന്നു. അതാണ് ഒരു ബിഗ് എൻട്രി. അതിനെ അതിജീവിച്ചുകൊണ്ട് സൂപ്പർ ഹീറോ ആയി മാറി പോയി. രണ്ടാമത്തെ ടൈം വന്നപ്പോഴാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം, ആർട്ടിക്കിൾ 370 ഒക്കെ. അദ്ദേഹം മൂന്നാമത്തെ എൻട്രി. അദ്ദേഹം ദുർബലനാണ് എന്ന് പറയുന്നിടത്ത് നിന്നാണ് അദ്ദേഹം വഖഫ് ബോർഡ് കണക്ക് അതീവ സെൻസിറ്റീവായ ഒരു വിഷയം ഒരു ബില്ലായി അവതരിപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ എൻട്രി പുള്ളി നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ഇദ്ദേഹത്തിന്റെ ഭരണം തീരുന്നതിന് മുമ്പ് തന്നെ ഏക സിവിൽ കോഡ് ഈ രാജ്യത്ത് വരും, ഡീലിമിറ്റേഷൻ വരും, അങ്ങനെ അനവധി ബില്ലുകൾ വരും. യാതൊരു തർക്കവുമില്ല, അത് പാസ്സാകുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഈ ദുർബലമാണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ സഖ്യകക്ഷികളെ കണ്ടിട്ടായിരിക്കാം. പക്ഷെ അവര് പറയുന്ന ഒരു പോയിന്റിനകത്ത് കുറച്ച് ന്യായമുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഈ മോദിയെ സംബന്ധിച്ച് ഈ സഖ്യകക്ഷി രാഷ്ട്രീയം അത്ര വശമില്ലാത്തൊരു നേതാവാണ്. കാരണം അദ്ദേഹം ഈ 2002 മുതൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ല, അദ്ദേഹത്തിന് സഖ്യകക്ഷികളെ കൂട്ടി ഭരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. 2014 പ്രധാനമന്ത്രി ആയപ്പോഴും അവസ്ഥ വന്നില്ല, 2019 പ്രധാനമന്ത്രി ആയപ്പോഴും അവസ്ഥ വന്നില്ലെങ്കിൽ, പക്ഷെ ഇപ്പൊ അവസ്ഥ വന്നു. അപ്പൊ പുള്ളിയെ കണക്ക് ഒരാൾ എങ്ങനെ ഈ സഖ്യകക്ഷികളെ മെയിൻറ്റെയിൻ ചെയ്യും എന്നൊരു ചോദ്യം എല്ലായിടത്തും ഉയർന്നിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഈ നായിഡുവിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. നിതീഷ് കുമാറിന്റെ സ്വഭാവം എപ്പോ മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഉള്ള ടീംസിനെ വെച്ചിട്ട് എങ്ങനെ പോകും? കാരണം പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് ഇതിന് വലിയ പരിചയമില്ല. പുള്ളി ഒരു പ്രത്യേക ടൈപ്പാണ്. കാരണം പുള്ളിയുടെ ഒരു ഇതിലേക്ക് പോവുകയും മറ്റുള്ളവരെ ഇത് ചെയ്യാതിരിക്കുകയും ചെയ്യും. ഇത് എങ്ങനെ പോകുമെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും.
പക്ഷെ അവര് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനേക്കാൾ വലിയ ഗുജറാത്തിൽ BJP 2002 മുമ്പ് ഗ്രൂപ്പിസം കൊണ്ട് തകർന്ന് തരിപ്പണമായി. കേശുഭായ് പട്ടേൽ, സുരേഷ് മേത്ത, പിന്നെ നമ്മുടെ ശങ്കർ സിംഗ് വഗേല, ഇവരെല്ലാം കൂടിയിട്ട് ചളമാക്കിയിട്ട് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ തലമുണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം ഇതെല്ലാം പ്രബലരാണ്. ഇതിനകത്ത് ആരെ മാറ്റും, ആരെ കയറ്റും, ഇവരെ മാറ്റിക്കഴിഞ്ഞാൽ ആ ജാതി പിണങ്ങിപ്പോകും, ഇവരെ മാറ്റിക്കഴിഞ്ഞാൽ ഈ മതം പിണങ്ങിപ്പോകും എന്നൊക്കെ തലമുണ്ടാക്കി ഇരിക്കുന്നിടത്താണ് കച്ചിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വന്ന നരേന്ദ്രമോദി എല്ലാവരെയും ഒതുക്കി നിർത്തിക്കൊണ്ട് ആ സംസ്ഥാനം 3 ടേം അടുപ്പിച്ച് ഭരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ പൊളിറ്റിക്സിന്റെ കളി നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നിതീഷ് കുമാർ നായിഡു എന്നൊരു വിഷയമേ അല്ല. കാരണം ഇവർക്കെല്ലാം ഒരു ആവശ്യമുണ്ട്. നായിഡുവിനെ സംബന്ധിച്ച് നായിഡുവിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാൽ അമരാവതിയിൽ തലസ്ഥാനം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് BJP സർക്കാർ നരേന്ദ്രമോദി അധികാരത്തിൽ ഇരുന്നാൽ മാത്രമേ അമരാവതിയിൽ ഈ ക്യാപിറ്റൽ വരൂ, ആന്ധ്രാപ്രദേശിന്റെ. ഇപ്പൊ ഉടനെ അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പുള്ളി. അത് വന്നു കഴിഞ്ഞാൽ പുള്ളി ജന്മസായോജ്യമായി നായിഡുവിന്. മോനെ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി പോയി കഴിഞ്ഞ് മോനെ കൊണ്ടുവരാനുള്ള പണിയാണ്. മോൻ അവിടെ ക്ലച്ച് പിടിക്കുന്ന സംശയമാണ്. കാരണം ഇപ്പൊ നമ്മുടെ പവൻ കല്യാൺ കയറി കളിക്കുന്നുണ്ട്. മോൻ വരാൻ സാധ്യത കുറവാണ്. അപ്പം ഇവിടെ ബീഹാറിലേക്ക് എന്താണ് പ്രശ്നം? ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ഒരു ഇത് കഴിഞ്ഞു, അയാൾ അനാരോഗ്യം മൂലം അത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരിങ്ങനെ പമ്മി നിൽക്കുക. നിതീഷ് സംഭവമാണെന്ന് പറഞ്ഞ് ഇവർ നിൽക്കുന്നു. ഇവർക്ക് നന്നായിട്ട് അറിയാം അധികം നാൾ ഇല്ല എന്നുള്ള സാധനം. നിതീഷിനും കുറെ കാര്യങ്ങൾ വേണം. കാരണം അവിടെ കുറെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിൽ കൊണ്ടുവരേണ്ട റോഡുകൾ, ഇതെല്ലാം വളരെ വലിയ രീതിയിൽ ബീഹാർ വികസനം നടക്കുന്നുണ്ട്. അപ്പം അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബീഹാറിന് ഒരു പ്രത്യേക പാക്കേജ് എന്ന് പറയും. പക്ഷെ നിയമപരമായിട്ട് ആ പാക്കേജ് കൊടുക്കേണ്ടതാണ്. കാരണം അതിപ്പോ BJPയുടെ കുഴപ്പം കൊണ്ട് പാക്കേജ് ആയതല്ല. അവരെ വെട്ടിമുറിച്ചിട്ടാണെന്നല്ലോ മറ്റേ ഈ ഉത്തരാഖണ്ഡും ഒക്കെ കൂടെ ഇത് നമ്മുടെ ഒരു മെയിൻ ഇൻകമായ ഖനികളെല്ലാം കൂടെ അങ്ങോട്ട് പോയി. അവർക്ക് കൊടുക്കേണ്ടതാണ്, നിയമപരമായിട്ട് അവർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇത് കാലാകാലങ്ങളിൽ ആരും കൊടുത്തിരുന്നില്ല. അപ്പൊ അതാണ് ഈ ആവശ്യപ്പെടുന്നത്, ബീഹാർ പാക്കേജ്. അതിന് മോദി എന്താണ് ചെയ്തത്? ബീഹാറിലേക്ക് വൻകിട പദ്ധതികളാണ് കൊടുത്തത്. പാക്കേജ് കൊടുത്തില്ല. 2000 കോടി രൂപയുടെ പാക്കേജ് എന്നാണ് അവർ പറയുന്നത്. ആ 2000 കോടി അത്ര അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പാക്കേജിന് പകരം അത് ചെറിയ ചെറിയ പീസുകളാക്കി. ഒരു 200 കോടി പദ്ധതി, ഒരു 3000 കോടിയുടെ പദ്ധതി, ഒരു 2000 കോടിയുടെ പദ്ധതി, ഇങ്ങനെ ചെറിയ ചെറിയ പദ്ധതികളായിട്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ അവിടെ നടപ്പാക്കി. അപ്പോഴത്തേന് എന്ത് പറ്റി? നിതീഷ് കുമാർ കുറച്ചങ്ങ് തണുത്തു. കാരണം പദ്ധതി ഒറ്റടിക്ക് പാക്കേജ് കിട്ടിയില്ലെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹം അതിൽ സേഫാണ്. ഇപ്പം ഈ 2 കക്ഷികളെയും കൊണ്ട് മുൻപോട്ട് പോകുന്നത്, ഈ 2 കൂട്ടരും പിന്തുണ പിൻവലിക്കില്ല. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെന്റ് BJPയുടെ ലീഡേഴ്സിന്റെ ഭാഗത്ത് വന്നിരുന്നു. ധനുഷിന് ഓർമ്മയുണ്ടോ? DMK ഞങ്ങൾ ക്ഷണിക്കുന്നു ഞങ്ങളോടൊപ്പം. ഓർമ്മയുണ്ടോ? അത് വലിയ ബ്രേക്കിംഗ് ആയിരുന്നു, ബിഗ് ബ്രേക്കിംഗ് ആയിരുന്നു. അതാണ് അവര് ഈ DMK ആയിട്ട്, ഞാനൊരു പൊളിറ്റിക്സ് പറയുകയാണ്, ഇവര് ഈ പത്രക്കാരും പലരും പറയുന്നത് ശരി തന്നെയാണ്. ഈ DMK ആയിട്ട് ഇവർക്ക് വല്ല ഉടക്കുണ്ടോ? ഒരടക്കും ഇല്ല. ഈ നരേന്ദ്രമോദി, അമിത്ഷായും നാഴിക്ക് 40 തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്. കരുണാനിധിയുടെ ചരമദിനത്തിന് വരുന്നു, ബർത്ത്ഡേക്ക് വരുന്നു, സ്റ്റാലിന്റെ വരുന്നു. ഈ ഇവിടെ വരുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ഇതിനകത്തെല്ലാം പങ്കെടുക്കുന്നു, ഇവർ പോകുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അടിയും ബലവാസൂലിയാണ്. അതായത് നാളെ ഒരു പ്രതിസന്ധി വന്നാൽ DMK ഇവരെ പിന്തുണയ്ക്കത്തില്ലെന്ന് എന്താണ് ഒരു ഉറപ്പില്ല. കാരണം DMK ആയിട്ട് ചേർന്നിട്ട് ഇവർ ഭരിച്ചിട്ടുള്ളതാണ്. ഇവർ നല്ല ടൈം. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു പണി എന്ന് വെച്ചാൽ BJP നമ്മൾ കണ്ടുവരുന്നത് 2014 പോലെ കണ്ടുവരുന്ന ഇവർക്ക് 2 ഭാര്യമാരെ വെച്ചോണ്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. ഞാനൊരു തമാശക്ക് പറയുകയാണ്. ഒന്ന് ലീഗലായിട്ടുള്ള ഒരു ഭാര്യ, അതായത് ഇവരുടെ സഖ്യകക്ഷി, NDAക്കകത്തുള്ള ഒരു സഖ്യകക്ഷി. മറ്റൊന്ന് രഹസ്യമായ ഒരു കാമുകിയെ കൂടെ ഇവർ കൊണ്ടു നടക്കും. അത് എല്ലാ കാലത്തും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആന്ധ്രയില് YSR കോൺഗ്രസിനെ കൊണ്ടു നടക്കുന്നതോടൊപ്പം തന്നെ, YSR കോൺഗ്രസ് NDA മുന്നണിയിലല്ലായിരുന്നു, YSR കോൺഗ്രസിനോടൊപ്പം നടക്കുന്ന സമയത്ത് തന്നെ നായിഡുവിനെ കൂടെ കുത്തി. ഒടുവിൽ നായിഡുവിനെ കൊണ്ട് ജയിപ്പിച്ചു YSR. അത് രണ്ടും അവിടെ ആന്ധ്രയിൽ നടക്കുക. തമിഴ്നാട്ടിൽ ഇവര് 2 പേരും, DMK ഒരു സൈഡും ADMK ഒരു സൈഡും. അത് ഏതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാമുകയാണോ നല്ലത്, ഉപകാരപ്പെടുന്നത്, അത് റിയൽ വൈഫാണോ ഉപകാരപ്പെടുന്നത് അറിയാൻ പറ്റില്ല. റിയൽ വൈഫ് പിണങ്ങി പോയാൽ കാമുകയെ കൊണ്ടുവരിക. ഇതാണ് ഈ സിസ്റ്റം. ഇത് എല്ലായിടത്തും കൃത്യമായി തന്നെ നടക്കും. ഈ ഒരു നയജാതി ഇല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്ര തന്ത്രങ്ങളൊന്നും തന്നെ കോൺഗ്രസും CPM-നും നടപ്പാക്കാൻ ഈ രാജ്യത്ത് കഴിഞ്ഞില്ല, ഇനിയൊട്ട് നടപ്പാകുകയുമില്ല. കാരണം അവർക്ക് ഈ ഒരു മെത്തേഡ് അറിയില്ല. കാരണം അവർ നേരെ തന്നെ എല്ലാവരെയും ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്നു, കൊല്ലും കൊലവിളിയായിട്ട് അവർ നടക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ്. അപ്പം എന്തുകൊണ്ടാണ് DMK അന്ന് വിളിച്ചതെന്ന് അറിയാം? DMK വരാൻ വേണ്ടി വിളിച്ചതല്ല. അവർ കൃത്യമായ ഒരു മെസ്സേജാണ് നായിഡുവിനും നിതീഷ് കുമാറിനും നൽകിയത്. നിങ്ങൾ 2 പേരും പോയാലും കുഴപ്പമില്ല, 39 പേരുള്ള ദവം വരും. 39 ഇല്ല, 22 ഉള്ളൂ DMKക്ക് മാത്രം. ഇത് അവര് വരും. ഇവരുടെ 2 പേരുടെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ എത്രയാ? 16ഉം 10ഉം 26 28 ആകുന്നുണ്ട്. 22 അവിടുന്ന് വരും, ബാക്കി എവിടുന്ന് തപ്പി എടുക്കാൻ പറ്റും. സ്വതന്ത്രന്മാരൊക്കെ ഒരുപാടുണ്ട്. സ്വതന്ത്രന്മാരെന്ന് ചാക്കളെ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സാപ്പ് എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്. ആ പാർട്ടിയൊക്കെ ഇപ്പൊ പിന്തുടർന്നിട്ടുണ്ട് വഖഫിന്. വടക്കിഴക്കൻ സംസ്ഥാനത്തിൽ ഒരു MP ഉള്ളത്. അപ്പൊ ഇതിനൊക്കെ ഈസി ആയിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റും. വലിയ പാർട്ടിയെ കൊണ്ടുവരുമ്പോൾ ഇതിനെ കൊണ്ടുവരാൻ പറ്റും, എളുപ്പമല്ലേ? അപ്പൊ ഇതാണ്. അതുകൊണ്ട് ഒരിക്കലും നരേന്ദ്രമോദി ദുർബലനാണെന്ന് പറയരുത്, ഇല്ലെങ്കിൽ BJP ദുർബലമാണെന്ന് പറയരുത്.
ലോകത്ത് തന്നെ ഇത്രയും ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു പാർട്ടി ലോകത്ത് വേറെ എങ്ങുമില്ല. കാരണം ഇവർ ഏറ്റവും ദുർബലമായിരുന്ന സമയം 2019 ആയിരുന്നു. രാജ്യസഭയിൽ ഇവർക്ക് വലിയ മെജോറിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇവർ പുഷ്പം പോലെ ഈ ബില്ല് പാസ്സാക്കി എടുത്തത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടതാണ്. അവര് ഒരു സാധനം അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ കൃത്യമായിട്ട് അത് പഠിച്ചുറപ്പിച്ചിട്ടാണ് അവരൊരു സാധനം ഡിക്ലെയർ ചെയ്യുന്നത്. ഞാനിപ്പോ ഒരു സാധനം നാളെ ഒരു ബില്ല് കൊണ്ടുവരുന്ന ഇവർ പറഞ്ഞാൽ അതിന്റെ അണിയറ പ്രവർത്തനം എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുക. ഇനി അവർക്കത് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അതിനകത്ത് ഇപ്പൊ ഇവര് അതും കണക്ക് കൂട്ടുന്നുണ്ടാകുമല്ലോ, ആരെങ്കിലും ഒക്കെ പോവോ വരുമോ എന്നൊക്കെ ഉള്ളത് കണക്ക് കൂട്ടുന്നുണ്ടാകും. അതിനെല്ലാം തടയിട്ടുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഏതായാലും മോദി ശക്തൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു ദുർബലനായി എന്ന് തോന്നിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു നിരാശ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ചൊരു വലിയ ഹൈപ്പ് തോന്നിയിട്ടുണ്ടാകണം, ഞാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കും എന്നുള്ളത്. പക്ഷെ എന്തായാലും അത് അതിനകത്തൊരു നിരാശ മാത്രമേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് മോദി ഇപ്പോഴും പവർഫുൾ ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ അധികാരം തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത് തന്നെ വരാൻ പോകുന്ന ഏക സിവിൽ കോഡാണ്. ഏക സിവിൽ കോഡായിരിക്കും ഇനി അടുത്ത വരാൻ പോകുന്നത്. കാരണം RSSന് 100-ാം വാർഷികം 2025 മുതൽ 26 വരെ ആഘോഷിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വരുന്നത് ഏക സിവിൽ കോഡായിരിക്കും. അത് അധികം വൈകാതെ അടുത്ത ബില്ല് അത് തന്നെയായിരിക്കും. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.